കാൽക്കുലേറ്ററിൽ എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യാം പാർട്ട് 2. അപ്പോൾ ഇതിന്റെ പാർട്ട് 1 വീഡിയോയ്ക്ക് അറൗണ്ട് 1 മില്യൺ വ്യൂസ് വന്നിട്ടുണ്ട്. അത് ഷോർട്ട് വീഡിയോ ആയിരുന്നു, ഒരു വർഷം മുമ്പ് ഇട്ടതാണ്. കമന്റ്സിലൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ പാർട്ട് 2 ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ, ഇറ്റ്സ് പ്രിച്ചിൻ ടോക്സ്. ഈ വീഡിയോയിൽ ഞാൻ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യേണ്ടതെന്ന് പറയും. ഇതിന് കുറച്ച് ലീഗൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും പറയും. കഴിഞ്ഞ വീഡിയോയിൽ ധാരാളം കമന്റ്സ് വന്നിരുന്നു, അപ്പോൾ അതെല്ലാം ഈ വീഡിയോയിൽ റിയാക്ട് ചെയ്യും. അതുപോലെ ആ വീഡിയോയിൽ പറയാതെ പോയിട്ടുള്ള, അത് ഷോർട്സ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല, കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിലെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പോൾ ഗൈസ്, ഈ കാൽക്കുലേറ്ററിൽ എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഏത് വാല്യൂ വേണ്ടതെന്ന് വെച്ചാൽ ആ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈക്വൽ ടു സിമ്പിൾ ഞെക്കുക. അതിനുശേഷം ഷിഫ്റ്റ് ഞെക്കിയിട്ട് അവിടെ സ്റ്റോർ എന്നുണ്ടാവും, STO അല്ലെങ്കിൽ RCL എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഞെക്കുക. അതിനുശേഷം ആൽഫറ റെഡ് ലെറ്റർ ഉണ്ടല്ലോ, ABCD എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഏതിലാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈക്വൽ ടു അടിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് സ്റ്റോർ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആൽഫ അടിച്ചിട്ട് ഏതൊക്കെത്തിലാണ് നമ്മൾ സ്റ്റോർ ചെയ്തതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈക്വൽ ടു അടിക്കുക. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ ഗൈസ്, ഇതിൽ സ്റ്റോർ ചെയ്ത ഡാറ്റ എങ്ങനെ ഇറേസ് ചെയ്യേണ്ടതെന്ന് കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഷിഫ്റ്റ് ഞെക്കുക. അതിനുശേഷം ഇവിടെ ക്ലിയർ എന്നുണ്ടാവും, അപ്പോൾ ക്ലിയർ ഞെക്കുക. അപ്പോൾ ഇതിൽ MCL ഇറേസ് ചെയ്യണോ, മോഡ് ഇറേസ് ചെയ്യണോ, ഓൾ ഇറേസ് ചെയ്യണം. ഓൾ എന്ന് വെച്ചാൽ ഫാക്ടറി റീസെറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏതാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്തിട്ട് ഈക്വൽ ടു അടിച്ചാൽ മതി. അപ്പോൾ ഒരു കൺഫർമേഷൻ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഒന്നും കൂടി ഈക്വൽ ടു അടിച്ചാൽ ഇറേസ് ആയി നടത്തും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒറ്റ സംഖ്യ മാത്രമാണ് ക്ലിയർ ചെയ്യണമെങ്കിൽ പുതിയൊരു വാല്യൂ ഇതിൽ ടൈപ്പ് ചെയ്യുക, ഈക്വൽ ടു അടിക്കുക. അതിനുശേഷം നമ്മൾ ഏതിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഓവർ റൈറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ വാല്യൂ ഇറേസ് ചെയ്തിട്ട് അവിടെ പുതിയ വാല്യൂ വരും. അത്രയുള്ള കേസ്, സിമ്പിൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് കുറേ കമന്റ്സ് വന്നിരുന്നു. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് കമന്റ്സ് ഈ വീഡിയോയിൽ റിയാക്ട് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് വന്നിരുന്നു, ഇത് ലീഗലാണോ എന്ന്. ഇപ്പോൾ എക്സാം ഹോളിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ +1 +2 കാര്യങ്ങളൊക്കെ ഇത് പിടിച്ചെടുക്കുമോ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നു കമന്റ് ബോക്സിൽ. അപ്പോൾ സ്റ്റേറ്റ് സിലബസിന്റെ ഒരു ഇത് വെച്ചിട്ട് FX 100 MS അതിന്റെ താഴെയുള്ള എല്ലാതും എക്സാം ഹോളിൽ അലോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ CBSE ആണോ സ്റ്റേറ്റ് ആണോ എന്നനുസരിച്ച് നിങ്ങളുടെ ടീച്ചർമാരോടൊക്കെ ചോദിച്ചു നോക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഇതിൻ്റെ ഒരു പാർട്ട് 2 ചെയ്യണത്. ഈ വീഡിയോ ഞാൻ അറൗണ്ട് 1 ഇയർ മുമ്പ് ഇട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അന്നും ഇന്നും ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഏത് വർഷത്തിലാണ് കാണാൻ, എന്തായാലും ഈ വീഡിയോ കുറേ കമന്റ്സിൽ ഞാൻ കണ്ടതാണ്. ഈ വീഡിയോ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ചിലപ്പോൾ എക്സാം ഹോളിൽ നിങ്ങൾക്ക് ആവശ്യം വന്നേക്കാം. അഥവാ ഈ ഒരു കാൽക്കുലേറ്റർ നിങ്ങളുടെ എക്സാം ഹോളിൽ അലോ ചെയ്യില്ല എന്നാണ് പറയുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോ, ദിസ് വീഡിയോ ഇസ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ. അപ്പോൾ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വായിക്കാൻ. ഞാൻ എല്ലാ കമന്റ്സിനും ഓൾമോസ്റ്റ് 500 സംതിങ് എത്ര കമന്റ് വന്ന് എല്ലാത്തിനും ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇത് അലോ ചെയ്യുക എന്നുള്ള കാര്യം. ഇത് അലോ ചെയ്യുക എന്നുള്ള കാര്യം അത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഒരു സെക്യൂരിറ്റി വേണ്ടി ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതാണ്, അലോ ചെയ്യുക എന്നുള്ള കാര്യം. എന്തായാലും നമുക്ക് ബാക്കിയുള്ള കമന്റ്സ് ഒക്കെ വായിക്കാം. ഇതിൽ ഗെയിം കളിക്കാൻ ഉണ്ടോ, ഇതിൽ ഗെയിം ഉണ്ടോ, എക്സാം ടൈമിൽ ബോറടിക്കുമ്പോൾ കളിക്കാനാണ്. ഓ ഗൈസ്, മിസ്സായി, എക്സാം കഴിഞ്ഞ്. സോറി ബ്രോ, ഈ ഒരു കമന്റ് കണ്ടപ്പോൾ ഞാൻ ആയിരിക്കും കുറച്ച് നാൾ മുമ്പേ എനിക്കിത് സെറ്റാക്കായിരുന്നു എന്നുള്ള ഇത്. പിന്നെ കുറേ യൂട്യൂബ് റെക്കമെൻഡേഷൻ അയച്ചിട്ടുണ്ടായില്ല, വീഡിയോ സജഷൻ ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ ഇത്രയുമൊക്കെ ഓർത്ത് വെക്കുവാണെങ്കിൽ പഠിക്കുന്നതാണ് നല്ലത്. അത് നിങ്ങളുടെ ഒരു ചോയ്സാണ്. കാരണം നിങ്ങൾക്ക് അത് ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈൻഡിൽ തന്നെ ഓർത്ത് വെച്ചോളൂ. അതും ഇപ്പോൾ ചില ആൾക്കാർക്ക് എത്ര പഠിച്ചാലും ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പോൾ ട്രിഗ്നോമെട്രിയുടെ ഒക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അതുപോലെ ഫിസിക്സിലായാലും ഇപ്പോൾ കുറേ ഇക്വേഷൻസ് കാര്യങ്ങൾ അതുപോലെ വാല്യൂസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവും. അത് ഓർത്ത് വയ്ക്കാൻ പറ്റണവരെ ഓർത്ത് വയ്ക്കുക. ചില ആൾക്കാർക്ക് എത്ര ശ്രമിച്ചാലും ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അവരങ്ങനെയാണെങ്കിൽ ഇതുപോലെ ലീഗലായിട്ടുള്ള കുറച്ച് കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഞാനെന്ന എക്സാമിന് എനിക്ക് ഒട്ടും ഓർത്ത് വയ്ക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി കുറച്ച് സ്റ്റോർ ചെയ്തിരുന്നു. അത് എക്സാം ഹോളിൽ എനിക്ക് ഉപകാരപ്പെടുകയും ചെയ്തിരുന്നു. അപ്പം ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് 1 വർഷം മുമ്പ്. ആ വീഡിയോ പിന്നെ കുറേ ആൾക്കാർ കണ്ടു, ഇപ്പോൾ നല്ല റീച്ച് ഉണ്ട്, അതിന് 1 മില്യൺ വ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പാർട്ട് 2 ചെയ്യുന്നത് ഞാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ മൈൻഡിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോയിൽ കമന്റ് കണ്ടപ്പോഴേ മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് എക്സ്ക്ലൂസീവ് വീഡിയോസിനൊക്കെ ആണെങ്കിൽ Instagram ഫോളോ ചെയ്യുക. ചില വീഡിയോസ് അവിടെ മാത്രം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ ചോദിക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസ് കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ ഓളായിട്ട് എനേബിൾ ചെയ്യുക. അന്നേരം മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെ